നാളത്തെ +2 ഫിസിക്സ് ഓണം പരീക്ഷയിൽ 25 മാർക്സിനായിരിക്കും മക്കളെ ഡെറിവേഷൻസ് വരാൻ പോകുന്നത്. അത് ഏതൊക്കെയായിരിക്കും ആ ഡെറിവേഷൻസ് നിങ്ങൾ പഠിക്കേണ്ടത്? ഓൾസോ ആ ഡെറിവേഷൻസിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള അലക്സാറിന്റെ സ്വന്തം പ്രഡിക്ഷൻസ് ഞാൻ പറഞ്ഞുതരാൻ പോകണം. അപ്പോൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ഫുൾ ഈ വീഡിയോ കേൾക്കുക മക്കളെ. നമുക്ക് ഓരോരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ഏതൊക്കെ ഡെറിവേഷൻസ് ആണെന്ന് പിടിച്ചോളൂ. ഇത്രയും ഡെറിവേഷൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഒഫീഷ്യലി പഠിക്കാനുള്ളത്. വേഗം നമുക്ക് നോക്കാം എത്ര ഡെറിവേഷൻസ് നിങ്ങൾക്ക് അറിയുമെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ആറിൽ എത്ര എണ്ണം നിങ്ങൾക്ക് അറിയുന്നത്? 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5, 1 ആണെങ്കിൽ 1 കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിയൽ ലൈൻ ഓഫ് ഡൈപോൾ, ഇലക്ട്രിക് ഫീൽഡ് ഓൺ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ഡൈപോൾ, ഇപ്പോൾ 2kp/r3 kp/r3 ഡെറിവേഷൻ. പിന്നെ ടോർക്ക് ഓൺ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ്, ടോർക്ക് = P sin θ എന്ന ഡെറിവേഷൻ. ഫീൽഡ് ഡ്യൂ ടു ചാർജ് വയർ, ഒരു വയർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെറിവേഷൻ E = λ/2πr/ε0 ആ ഡെറിവേഷൻ. പിന്നെ അതേ സൈൻ സാധനത്തിന്റെ ഷീറ്റിന്റെ E = σ/2ε0 എന്ന ഡെറിവേഷൻ. ആൻഡ് ഫൈനലി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്ഫെറിക്കൽ ഷെൽ, ദാറ്റ് ഇസ് kq/r². അവസാനം അവിടെ എത്തുന്ന ഡെറിവേഷൻ. ഇത്രയും ഡെറിവേഷൻസ് ആണ് ഒഫീഷ്യലി ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. എങ്കിലും നാളത്തെ പരീക്ഷയിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ്, എൻ്റെ പ്രഡിക്ഷൻ, ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വയേർഡ് ചാർജ്ഡ് വയറാണ്, പിന്നെ ഫീൽഡ് ഡ്യൂ ടു ചാർജ് സ്ഫെറിക്കൽ ഷെല്ലാണ്. ഇത് രണ്ടുപേർക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് നാളത്തെ നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ. അപ്പം അതിനൊരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളും. പിന്നെ ഇതൊക്കെ എവിടുന്നാ പഠിക്കുക മക്കളെ? 2 ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഒന്നെങ്കിൽ എന്താണ്, കഴിഞ്ഞ ദിവസം നടന്ന മാരത്തോൺ ലൈവിൽ, ഫിസിക്സിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മാരത്തോൺ ലൈവ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ബയോളജി എക്സാമിന് മുൻപ്. ആ ലൈവ് നിങ്ങൾക്ക് കാണാം, അവിടെ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ഓരോ ചാപ്റ്ററിന്റെയും 1 hour 1 ഷോട്ട് കിടപ്പുണ്ട്, അതിലും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ചില ഡെറിവേഷൻസ് റയർ ആയിട്ടുള്ള ഡെറിവേഷൻ ഇപ്പോൾ ആ 1 hour പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വലിയ 1 ഷോട്ട് കിടപ്പുണ്ട്. അല്ലെങ്കിൽ ബാച്ചിലർ റൂട്ടിലാണ്, ബാച്ചിൽ നോക്കി പഠിക്കാം. പക്ഷേ വീണ്ടും ഞാൻ ഓർത്തിക്കുകയാണ്, ഈ 2 ഡെറിവേഷൻ സ്പെഷ്യലായിട്ട് നോക്കി പോയിക്കോളൂ, കാരണം വളരെ അധികം ചാൻസ് ഉണ്ട് വരാൻ. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഡെറിവേഷൻസേ ഉള്ളൂ, 5 എണ്ണം ഉള്ളൂ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു, കമന്റ് ബോക്സിൽ അറിയിക്കുക എത്ര എണ്ണം ചെയ്ത് അറിയാമെന്ന് ഓൾറെഡി. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ, ഒരു ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ kp cos θ/r². കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ, ദാറ്റ് ഇസ് ε0a/d, പാരലൽ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ ഡെറിവേഷൻ. സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ, കപ്പാസിറ്റേഴ്സ് സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഫോർമുല, പാരലലിന്റെ ഫോർമുല, ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഡൈപോൾ, ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി -Pe cos θ. ഇത്രയാണ് പഠിക്കാനുള്ളത് ഒഫീഷ്യലി. പക്ഷേ വീണ്ടും എക്സാമിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതും നാളത്തെ നിങ്ങളുടെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതും ഈ കപ്പാസിറ്റേഴ്സിന്റെ ഒന്നെങ്കിൽ സീരീസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ. ഇതിന്റെ അർത്ഥം മറ്റ് ഡെറിവേഷൻസ് ഒന്നും വരില്ല എന്നല്ല, പക്ഷേ ഇതെന്തായാലും വന്നിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ഏതാ പഠിക്കേണ്ടത്? സാർ ഇതിൽ ഏതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഒന്നും ആലോചിക്കാനില്ല, ഇതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതും കഴിഞ്ഞിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതിനാണ്, അതും കഴിഞ്ഞിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അങ്ങനെ പഠിച്ചോളൂ. ആദ്യം ഇത് രണ്ടും പഠിക്കുക, പിന്നെ സമയം ഉണ്ടെങ്കിൽ ഇത് പഠിച്ചോളൂ, പിന്നെ സമയം ഇത് പഠിക്കുക. പിന്നെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. കറണ്ട് ഇലക്ട്രിസിറ്റി. 5 ഡെറിവേഷൻസ് ആണ് വീണ്ടും ഉള്ളത്. 5 ഡെറിവേഷൻസ് അല്ല, ഇവിടെ 4 2 പ്രാവശ്യം വന്നിട്ട് 6 ഡെറിവേഷൻസ് ആണ് ഇവിടെ വീണ്ടും ഉണ്ട്. നോക്കാം എന്തൊക്കെയാണ്. ഓംസ് ലോ ഇൻ വെക്ടർ ഫോം, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡെറിവേഷൻ, റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്, I = വീണ VDENA, ഇക്വേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് റിലാക്സേഷൻ ടൈം ആൻഡ് നമ്പർ ഡെൻസിറ്റി, കോമ്പിനേഷൻ ഓഫ് സെൽസ് സീരീസ് ആൻഡ് പാരലൽ ഉണ്ട്, ആൻഡ് അവസാനം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇത്രയാണ് ഒഫീഷ്യൽ പഠിക്കാനുള്ളത്. പക്ഷെ എന്തായാലും ഞാൻ പ്രൊഡിക്ട് ചെയ്യുന്നു നാളത്തെ പരീക്ഷ വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്തായാലും വരും. ഓൾസോ ഈ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്, I = VDENA, ആ ഇക്വേഷൻ. അപ്പോൾ ഇതെന്തായാലും വരും. സെക്കൻഡ് ചാൻസ് ഉള്ളത് ഇതിനാണ്. നോക്കിക്കോ, ബാക്കിയുള്ള ഡെറിവേഷൻസ് ഓപ്ഷണലായിട്ട് പഠിച്ചു വെക്കാം. ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും, ഇല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റു ബാക്കി പഠിക്കാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് മൂവിങ് ചാർജസ്, റേഡിയസ് ആൻഡ് ടൈം പീരീഡ് ഓഫ് സർക്കുലർ പാത്ത്. ഒരു ചാർജ് പാർട്ടിക്ക് സർക്കുലർ പാത്തിൽ പോകണം. റേഡിയസ് R = mv/qb എന്ന് പറഞ്ഞ ഇക്വേഷന്, ടൈം പീരീഡ് 2πm/qb എന്ന് പറഞ്ഞ ഇക്വേഷന് ഡെറിവേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് സോളിനോയിഡ് B = μ0 ഡെറിവേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് വയർ, ഒരു സ്ട്രേറ്റ് വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് B = μ0I/2πr ഡെറിവേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്സിസ് ഓഫ് സർക്കുലർ വയറിന്റെ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ, ഒരു വൃത്തിയായിട്ട് ഇക്വേഷൻ, μ0I/r² / 2 × x² + r² 3/2 ആ ഡെറിവേഷൻ. പിന്നെ ടോർക്ക് ഓൺ റെക്ടാങ്കുലർ കറന്റ് ലൂപ്പ്, ടോർക്ക് IAB sin θ അഥവാ m cross b അഥവാ MB sin θ ആ ഡെറിവേഷൻ. ആൻഡ് അവസാനം ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ്, ഡെറിവേഷൻ ആയിട്ട് കൂട്ടല, പക്ഷേ വർക്കിംഗ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നാളത്തെ പരീക്ഷ നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്ന ഡെറിവേഷൻ ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് സോളിനോയിഡ് ആണ്. ആംപിയർസ് ലോ വെച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് സോളിനോയിഡ് പഠിച്ചോ, എന്തായാലും വരും. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്സിസ് ഓഫ് സർക്കുലർ വയർ, ഒരു സർക്കുലർ വയറിന്റെ ആക്സിസിലുള്ള കുറച്ച് വൃത്തിയുടെ ഡെറിവേഷൻ ആണ്, പക്ഷേ ചോദിക്കും പരീക്ഷ. പിന്നീട് ഇതും കൂടി പഠിച്ചു വെക്കുക, ടോർക്ക് ഓൺ റെക്ടാങ്കിൾ. ഇത് മൂന്നുമാണ് നാളത്തെ പരീക്ഷ നിങ്ങൾ കാണാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള എൻ്റെ പ്രഡിക്ഷൻ. ഓക്കെ, ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, ഇത് പഠിച്ചതിന് ശേഷം മതി ബാക്കിയുള്ളതിൻ്റെ പഠനം. ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മാക്സിമം ആ ഡെറിവേഷൻ 25 മാർക്കിനായിരിക്കും വരിക. ആ 25 മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ,
കാര്യം മനസ്സിലായി, കൂടുതലൊന്നുമില്ല. പിന്നെ മറക്കരുത്, ഇന്ന് വൈകുന്നേരം നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ട്. ആ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ ഈ ഡെറിവേഷൻ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ ഇത്ര മാർക്കേ മാക്സിമം കിട്ടുള്ളൂ. ഇതിൽ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഓപ്ഷൻ കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത്ര തന്നെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ പ്രോബ്ലംസ് എന്നാണ് വരിക, തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതൊക്കെ പഠിക്കണമെങ്കിൽ ഇനി സമയമുണ്ട്, ഇനി ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഒരൊറ്റ ലൈവ് മതി, 7 മണിക്ക് വൈകുന്നേരം. ആ ലൈവിൽ വന്നിരിക്കുക, മോർണിംഗ് ബൂസ്റ്റർ ലൈവും കൂടി അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള മാർക്സിന് ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ മക്കളെ ഓൾ ദി ബെസ്റ്റ്. നാളത്തെ പരീക്ഷ അടിച്ച് പൊളിക്കുക. വൈകുന്നേരം ലൈവിൽ നമ്മൾ കാണും, നമ്മൾ കണ്ടിരിക്കും.